മനുഷ്യൻ പ്രാർത്ഥിക്കുന്നതും വിശ്വസിക്കുന്നതും ഈശ്വരനെ അന്വേഷിച്ച് നടക്കുന്നതും മനുഷ്യജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും എല്ലാം ഒഴിവായി നല്ലൊരു ജീവിതം കിട്ടാനാവും. മനസ്സമാധാനമാണ് ഏറ്റവും വലുത്. അങ്ങനെ മനുഷ്യൻ നൂറ്റാണ്ടുകളായി പ്രാർത്ഥിച്ചും പൂജ ചെയ്തും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം ചെയ്തിട്ടും മനുഷ്യൻ്റെ ഈ ദുരിതങ്ങളൊന്നും മാറിക്കിട്ടുന്നില്ല. ചില സമയങ്ങളിൽ പ്രകൃതിക്ഷോഭങ്ങൾ, മഹാമാരി, മാനസിക അസ്വസ്ഥതകൾ എന്ന് വേണ്ട മനുഷ്യനാകെ കൂടുതലും ദുഃഖത്തിലും ദുരിതത്തിലുമാണ്. എന്നാൽ പട്ടിണിക്കാരും നിലാരംബരും മറ്റൊരു ഭാഗത്ത് മനുഷ്യനിൽ നിന്നും ഇതെന്തുകൊണ്ടാണ് ഒഴിഞ്ഞു പോകാത്തത് എന്ന് ചിന്തിച്ച് അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ കുറേ കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇത് മനുഷ്യനിൽ നിന്നും അകന്നു പോകാത്തത്? ഇതിനെ തേടി മുന്നോട്ടിറങ്ങിയ ഒരാളാണ് ശ്രീബുദ്ധൻ. അദ്ദേഹം രാജകൊട്ടാരത്തിൽ സുഖസൗകര്യങ്ങളോടുകൂടി ജീവിച്ച ഒരു വ്യക്തിയാണ്. ലോകത്തിൻ്റെ സങ്കടങ്ങളൊന്നും തന്നെ അറിയാതെ വളർന്നതാണ് സിദ്ധാർത്ഥൻ. ഒരിക്കൽ അദ്ദേഹം കൊട്ടാരത്തിൽ നിന്നും പുറത്തു കടന്നപ്പോൾ മനുഷ്യനെ ഒഴിവാക്കാൻ പറ്റാത്ത 3 ഘടകങ്ങൾ അദ്ദേഹം കണ്ടെത്തി: വാർദ്ധക്യം, രോഗം, മരണം. ഇത് 3മായിരുന്നത്. എല്ലാ ജീവജാലങ്ങളിലും ഇതനുഭവപ്പെടും. ഈ ഘട്ടങ്ങൾ കടന്ന് മനുഷ്യനായാലും മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ കണ്ടെത്തലാണ് സിദ്ധാർത്ഥൻ ശ്രീബുദ്ധനായി മാറിയത്. എന്നാൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും പൂജിച്ചിട്ടും ഈ ദുഃഖങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല ഇതുവരെ. എന്തുകൊണ്ടാണ് ഇത് മാറാത്തത് എന്ന് വെച്ചാൽ ശ്രീബുദ്ധൻ പറയുന്നു, മനുഷ്യനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത 3 അവസ്ഥകളുണ്ടെന്നാണ്. അത് വാർദ്ധക്യം, രോഗം, മരണം. എന്നെങ്കിലും ഒരു ദിവസം വാർദ്ധക്യം എന്നെ കടന്നാക്രമിക്കുമെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ എന്നെങ്കിലും ഏതെങ്കിലും ഒരു രോഗം നമ്മളെ പിടിപെടും. ഇങ്ങനെ ചിന്തിച്ചാൽ നമ്മളുടെ അഹങ്കാരങ്ങൾ കുറച്ച് ശമനം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. മരണം ഇത് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണ്. ജനിച്ചിട്ടുണ്ടോ മരിക്കും നമ്മൾ. ഇത്തരം ചിന്തകളുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ കുറേ പേരെങ്കിലും അടുക്കും ചിട്ടയോടുകൂടി ജീവിക്കാനും നമ്മളുടെ ജീവിതം മനസമാധാനത്തോടുകൂടി പോകാനും നമുക്ക് സാധിക്കും. ശ്രീബുദ്ധൻ്റെ ജീവിതത്തിൽ നിന്നും അദ്ദേഹം അനുഭവിച്ച് കിട്ടിയതാണ് ഇത്തരം കാര്യങ്ങളെല്ലാം. അപ്പോൾ ഈ 3 ഘട്ടങ്ങളും മനുഷ്യൻ തരണം ചെയ്തേ പറ്റൂ. അത് മനുഷ്യൻ അനുഭവിച്ചേ പറ്റൂ. വാർദ്ധക്യം, രോഗം, മരണം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിത്. എന്നാലും ഞാൻ ചുമ്മാ എന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. നമ്മൾ കാശ്മീർ യാത്രകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. ഈ കാശ്മീർ യാത്രയിലെ നമ്മുടെ യാത്ര ഗുൽമാർഗിലേക്കാണ്. നമ്മൾക്ക് ഗുൽമാർഗ് ഒന്ന് കാണാം. പതിവ് പോലെ എല്ലാവരും നേരത്തെ തന്നെ എഴുന്നേറ്റ് ഞങ്ങൾ ബസ്സിൽ കയറി ഗുൽമാർഗ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീനഗറിൽ നിന്നും ബസ് ഗുൽമാർഗിലേക്ക് പോകുമ്പോൾ തന്മാർഗ് വരെ ബസ് പോകുകയുള്ളൂ. അതിനുശേഷം നമ്മൾ ടാക്സി പിടിച്ചു വേണം ഗുൽമാർഗിലേക്ക് പോകുവാൻ.
ഇപ്പോൾ നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മല കയറി നമ്മൾ ഗുൽമാർഗിൻ്റെ ഗേറ്റിൽ എത്തിക്കഴിഞ്ഞു. ധാരാളം ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ വാഹനങ്ങളാണ് ഈ ഇരുഭാഗത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീനഗറിൽ നിന്നും 2 മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രമേ ഗുൽമാർഗ് എത്തുകയുള്ളൂ. മെയ് ജൂൺ മാസങ്ങളിലെല്ലാം, ജൂലൈ അങ്ങനെയുള്ള മാസങ്ങളിലെല്ലാം ആണ് ഈ പച്ചപ്പ് കാണാൻ സാധിക്കുകയുള്ളൂ. മഞ്ഞിൻ്റെ സീസണായി കഴിഞ്ഞാൽ ഈ പച്ചപ്പിൻ്റെ സ്ഥാനത്ത് നിറച്ച് മഞ്ഞായിരിക്കും. അത് മഞ്ഞ് ഇങ്ങനെ മഞ്ഞിൻ്റെ പുതപ്പ് തന്നെയായിരിക്കും നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെയധികം ടൂറിസ്റ്റുകൾ ഇന്ന് എത്തിയിട്ടുണ്ട്. ഡിസംബർ മാസങ്ങളിലെല്ലാം വന്നു കഴിഞ്ഞാൽ ആ കാണുന്ന പുൽത്തകിടി മുഴുവനും മഞ്ഞാൽ മൂടപ്പെട്ടിരിക്കും. ഡിസംബറിൻ്റെ അവസാനത്തോടു കൂടി ഇതെല്ലാം മഞ്ഞിൻ്റെ പുതപ്പായി മാറും. ആ കാണുന്നതാണ് മഹാറാണി ക്ഷേത്രം. ഈ സൗന്ദര്യം കണ്ടു തന്നെയല്ലേ മുഗളരും പിന്നീട് വന്ന മുസ്ലിം രാജാക്കന്മാരുമൊക്കെ ഗുൽമാർഗ് സ്നേഹിക്കാനുള്ള കാര്യം. ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാരാണ് ഗുൽമാർഗിനെ ടൂറിസ്റ്റ് കേന്ദ്രവും അവധിക്കാല വിശ്രമ കേന്ദ്രവുമായി മാറ്റിയിട്ടുള്ളത്. ഗുൽമാർഗ് എന്ന വിശാലമായ ഈ സ്ഥലം ഇപ്പോൾ പച്ചപ്പാൽ നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കും ഈ പച്ചപ്പ് നമുക്ക് കാണാൻ സാധിക്കുക. പച്ചപ്പുൽത്തകിടി മുഴുവനും ഗോൾഫ് കളങ്ങളാണ്. ഈ പച്ചപ്പ് എത്ര കണ്ടാലും നമ്മളുടെ കൊതി തീരില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കീം ലൊക്കേഷനാണ് ഗുൽമാർഗ്. ലോകത്തിലെ നാനാഭാഗത്തുള്ള ആളുകൾ ഇവിടെ വന്നും പോയും കൊണ്ടിരിക്കുന്നു. കാശ്മീരിൻ്റെ അവസാന രാജാവായ ഹരി സിംഗ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സുഖവാസ സ്ഥലമാണ് ഈ ഗുൽമാർഗ്. 3 തവണ വിവാഹം ചെയ്ത ഹരി സിംഗ് ഈ 3 ഭാര്യമാരായിട്ടും അവധിക്കാലം ചിലവഴിച്ചത് ഇവിടെയായിരുന്നു. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒരു വാർഫെയർ സ്കീമും ഇവിടെയുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ തന്നെ ജനവാസമുള്ള ഒരു സ്ഥലമാണ് ഗുൽമാർഗ്. ജഹാംഗീർ ചക്രവർത്തിയുടെ കാലത്തെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളോട് ഒരു പ്രത്യേക സ്നേഹം കാണിച്ചതായി ചരിത്രം പറയുന്നുണ്ട്. ജഹാംഗീറിന് മുമ്പ് കാശ്മീർ ഭരിച്ച യൂസഫ് ഷാ എന്ന ഭരണാധികാരിയും ഗുൽമാർഗിനോട് പ്രത്യേക താൽപ്പര്യം കാണിച്ചിരുന്നു. പിന്നീട് ഇദ്ദേഹത്തെ ചതിയിലൂടെ കീഴ്പ്പെടുത്തി മുഗൾ ചക്രവർത്തിയായ അക്ബർ കാശ്മീരിനെ സ്വന്തമാക്കുകയായിരുന്നു. സഞ്ചാരികൾ വരുമ്പോഴും ഇല്ലാത്തപ്പോഴും ഇവിടെ സ്ഥിര താമസക്കാരുണ്ട്. എത്ര കണ്ട് നോക്കി നിന്നാലും നമ്മൾക്ക് മതിവരാത്ത ഒരിടമാണ് ഗുൽമാർഗ്. ധാരാളം കാശ്മീർ പുഷ്പങ്ങൾ ഇവിടെ പൂവിട്ട് നിൽക്കുന്നുണ്ട്. ഞാനും ഇതെല്ലാം ഒന്ന് ആസ്വദിച്ച് കുറേ സമയം ചിലവാക്കി. ധാരാളം സഞ്ചാരികളെത്തുന്ന ഒരിടമാണിത്. നമുക്കിവിടെ കുതിരപ്പുറത്തും സഞ്ചരിക്കാം, കുതിര സവാരി ചെയ്ത് ധാരാളം സമയങ്ങൾ കളയാം. അതുപോലെ തന്നെ വന്ന ആ ടാക്സിയിൽ തന്നെ ഇവിടെ ചുറ്റിക്കറങ്ങി കാണുകയും ചെയ്യാം. ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കും കൂടിയുണ്ട്. കുതിര സവാരി എല്ലാവരെയും ആകർഷിക്കുന്ന ഒന്നാണ്. ധാരാളം ആളുകൾ കുതിര സവാരി ഇവിടെ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ തന്നെ ധാരാളം ഇവിടുത്തെ ആളുകളുടെ ജീവിതമാർഗവും കൂടിയാണ് ഈ കുതിര സവാരി. പിന്നീട് ആട്ടിടയന്മാർ ഇവിടെ ആടുകളെ മേയ്ക്കാൻ വരാറുണ്ട്. ധാരാളം ചെമ്പരിയാടുകളെ ഇവിടെ കൊണ്ടുവന്ന് മേയ്ച്ച് കൊണ്ടുപോകുന്നത് കാണാം. ചെമ്പരിയാട് കൂട്ടം ഭാഗ്യത്തിന് ഞാനവിടെ നിൽക്കുമ്പോൾ വന്നു. അങ്ങനെ എനിക്ക് നല്ല ഭംഗിയായ കുറേ കാഴ്ചകൾ ഇവിടെ നിന്നും പകർത്താൻ പറ്റി. പിന്നെ ഇവിടുത്തെ അടുത്ത വിനോദം എന്ന് പറയുന്നത് കേബിൾ കാറാണ്. ചെമ്പരിയാട് വന്നോടുകൂടി അവിടുത്തെ ആ സൗന്ദര്യം കൂടുകയാണ് ഉണ്ടായത്. എത്ര കണ്ടാലും
നോക്കി നിന്നാലും മതിവരാത്ത ഈ പ്രകൃതി സൗന്ദര്യം ഒന്ന് കാണേണ്ടതും ഒന്ന് ഇവിടെ വന്ന് അനുഭവിക്കേണ്ടതും തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാർ വന്ന് നിർത്തിയത് ചിൽഡ്രൻസ് പാർക്കിലാണ്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണങ്ങളെല്ലാം തയ്യാറാക്കി കൊണ്ടുവന്ന ഭക്ഷണം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചതും ഒരു നല്ലൊരു അനുഭവമാണ് ഉണ്ടായത്. ഭക്ഷണത്തിന് ശേഷം എല്ലാവരും ഫോട്ടോകളെടുത്തും കാഴ്ചകൾ കണ്ടും സമയങ്ങൾ അങ്ങനെ കഴിച്ചുകൂട്ടി. അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും ഗ്ലേസിയർ മലകൾ കാണാം. ഭക്ഷണത്തിന് ശേഷം ഫോട്ടോ സെക്ഷനായിരുന്നു. ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതിന് ശേഷം എല്ലാവരും ഫോട്ടോ സെക്ഷനിലേക്ക് പോയി. ഫോട്ടോഷൂട്ട് കഴിഞ്ഞ ശേഷം ഞങ്ങൾ കേബിൾ കാർ സ്റ്റേഷനിലേക്കാണ് പോയത്. റോഡിൻ്റെ ഇരുഭാഗത്തും മഞ്ഞുകൾ അപ്പോഴും തങ്ങി നിൽപ്പുണ്ടായിരുന്നു. കേബിൾ കാർ സ്റ്റേഷൻ ഗുൽമാർഗിൽ ഖണ്ടോള എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇരുവശവും മഞ്ഞാൽ പൊതിഞ്ഞായിരിക്കും ഡിസംബറിലുള്ള കാഴ്ച. ഗുൽമാർഗിൽ ഏത് സമയത്ത് വന്നാലും ഓരോരോ ഭംഗികൾ നമ്മൾക്കിവിടെ കാണാൻ പറ്റും. ഇന്ന് പതിവിൽ കൂടുതൽ ടൂറിസ്റ്റുകൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നി. മഞ്ഞ് വീഴുന്ന സമയങ്ങളിൽ വന്ന് ധാരാളം സഞ്ചാരികൾ ഇവിടെ വന്ന് ഈ കാഴ്ചകളെല്ലാം മഞ്ഞിൻ്റെ കാഴ്ചകൾ കണ്ട് തിരിച്ചു പോകാറുണ്ട്. കേബിൾ കാറിൽ ആരും തന്നെ അങ്ങനെ കയറിയില്ല. കാരണം ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേബിൾ കാറിലുള്ള യാത്ര.
ഓൺ ദ സ്പോട്ടിൽ ടിക്കറ്റ് കിട്ടുകയുമില്ല. അതുകൊണ്ട് എല്ലാവരും നിരാശയായി നേരെ മഞ്ഞ് വീണ ഇടത്തേക്ക് പോയി. അവിടെ പ്രായഭേദമന്യേ എല്ലാവരും തന്നെ മഞ്ഞിൽ കളി തുടങ്ങി. ഗുൽമാർഗിലെ കേബിൾ കാർ സ്റ്റേഷൻ ഖണ്ടോള എന്ന പേരിൽ പൊതുവെ അറിയപ്പെടുന്നു. ഏഷ്യയിൽ തന്നെ ഏറ്റവും ഉയരത്തിലുള്ളതും ദൈർഘ്യമായതുമായ കേബിൾ കാർ സ്റ്റേഷനാണിത്. പ്രായത്തെ മതിമറന്നുള്ള ആഹ്ലാദമാണ് ഈ കാണുന്നത്. പ്രായം വെറും നമ്പറാണെന്നത് ഇവർ തന്നെ തെളിയിച്ചു. മഞ്ഞിലുള്ള ഇവരുടെ ഈ കളികൾ കണ്ടു നിൽക്കാൻ രസകരമായ ഒരു കാഴ്ച തന്നെയാണ്. എത്ര തന്നെ മതിമറന്ന് ഇതിൽ കളിച്ച് രസിച്ചിട്ടും മതിതീരാത്ത മനസ്സുമായിട്ടാണ് ഇവർ മടങ്ങുന്നത്. വീണ്ടും വീണ്ടും കാശ്മീരിലേക്ക് വരണമെന്ന് തോന്നിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. നമ്മുടെയൊക്കെ നാടുകളിൽ കുട്ടികൾ വെള്ളത്തിൽ പുഴയിലും കളിച്ചുകൊണ്ടിരുന്നാൽ സന്ധ്യ ആയാലും അവർ കയറിപ്പോരില്ല. അതുപോലെയാണ് ഇവിടെ ഓരോരുത്തർ കാട്ടിക്കൂട്ടുന്നത്. പിന്നെയുള്ളത് മരവണ്ടിയാണ്. മരവണ്ടിയിൽ കയറി നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ പോകാം. ഇവിടെ ധാരാളം മരവണ്ടികളുണ്ട്. ഒരാൾക്ക് 400 രൂപയാണ് മരവണ്ടിയുടെ ചാർജ്. ഈ മരവണ്ടികൾ കൊണ്ട് മാത്രം എത്രയോ ആളുകൾ ജീവിക്കുന്നു. അങ്ങനെ ആർക്കും മറക്കാൻ പറ്റാത്ത ഓർമ്മകളുമായി ശ്രീനഗർ എത്തി.
സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുകയായിരുന്നു. സമയം ഏതാണ്ട് 7 മണിയായി.